കൈലി ന്യൂസ് ഓൺലൈനിൻ്റെ IFFK സ്പെഷ്യൽ സെഗ്മെൻ്റ് ആയിട്ടുള്ള ആൻസർ ഉണ്ടോ 2 ക്വസ്റ്റ്യൻ എടുക്കാൻ എന്നുള്ള സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സിനിമാ പ്രേമികളുടെ ഇടയിലാണ് നിൽക്കുന്നത്. എൻ്റെ കയ്യിലൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് എത്ര പേർക്ക് അറിയാമെന്നുള്ളത് നോക്കാം. ചോദ്യം വേറെ ഒന്നുമല്ല, ഒരു സിനിമയിൽ ഫേമസ് ആയിട്ടുള്ളൊരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗിൻ്റെ ആൻസർ ആരൊക്കെ പറയുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഡയലോഗ് വേറെ ഒന്നുമല്ല, അതൊക്കെ നമ്മുടെ വാപ്പ ഞാൻ ജനിച്ച് 3ന്റെ നാള് ഡിം. ഇപ്പൊ കേട്ട ഡയലോഗാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ഡയലോഗിന്റെ ഉത്തരം എത്ര പേർക്ക് അറിയാം എന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. അതെനിക്കറിയാലോ, അറിയില്ല. ഇംഗ്ലീഷ് കറക്റ്റ് അല്ലേ? എവനാള് കൊള്ളാം. മാമുക്കോയാണ് ഇപ്പം പറയുന്നത്. എന്താ പേര്? പൊന്നപ്പൻ. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. തങ്കപ്പൻ. ഞാനൊരു സിനിമയിലെ ഡയലോഗ് പറയും. ആ ഡയലോഗ് ഏത് സിനിമയിലാണ് ആരോട് പറയുന്നത്? അതൊക്കെ നമ്മുടെ വാപ്പ ഞാൻ ജനിച്ച് 3ന്റെ നാള് ഡിം. ഒരു മാറ്റമില്ലല്ലോ ഇവന്. അത് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? സിനിമ നടൻ മാമുക്കോയാണോ ഡയലോഗ് പറഞ്ഞിട്ടുള്ളേ? അല്ല. അല്ല, എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. അറിയില്ല. ആരാ? മറ്റേ ജയസൂര്യന്റെ പെങ്ങള്, ഏത് സിനിമയില്? മറ്റേ ആട്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പാടില്ല. ആടില് ജയസൂര്യന്റെ പെങ്ങള് ജയസൂര്യ പറയുന്നേ ശരിയാടാ, സ്രാങ്ക് മായാവിയുടെ ആശാൻ തന്നെയാ. മായൻകുട്ടി ഏത് സിനിമയില്? ഗോഡ് ഫാദർ അല്ലേ? ആരോട് പറയുന്നേ? മായൻകുട്ടി മഹാദേവന്റെ അടുത്ത്. എനിക്കറിയില്ല. മായൻകുട്ടി തന്നെയാണല്ലോ ഗോഡ് ഫാദറിൽ. ബലരാമന്റെ അടുത്ത്. ആ മുകേഷിന്റെ അടുത്തല്ലേ പറയല്ലേ? ഉറപ്പാണോ? അല്ല, ഉറപ്പാ മുകേഷിന്റെ അടുത്ത് തന്നെ പറയണത്. ഇതൊക്കെ എന്ത്? ജഗദീഷ് മുകേഷിന്റെ അടുത്ത്. ഉറപ്പാണോ? ഉറപ്പാ. ഉറപ്പ്. മാമുക്കോയാണ് ഇപ്പം പറയുന്നത്. മാമുക്കോയാണോ? അല്ല. പോയിക്കോളൂ. ഓ സന്തോഷമായി. സിദ്ദിഖ്. എന്റെ ഭഗവാനെ, ഞാൻ മാറ്റിനെ പോയി. അറിയോ? അറിയോ? ഇല്ല, മാമുക്കോയാണെന്ന് എനിക്കറിയാം, പക്ഷേ അല്ലേ? അല്ല. മാമുക്കോയല്ല, ജഗദീഷാണ്. ജഗദീഷ് ഗോഡ്. ഓക്കെ. നമ്മുടെ പാപ്പ ഞാൻ മരിച്ച 3ന്റെ അന്ന് ഡിമ്മ. അത്രക്കാരൻ അതെനിക്കറിയാലോ, അറിയില്ല. അതൊക്കെ നമ്മുടെ പാപ്പ ഞാൻ ജനിച്ച 3ന്റെ അന്ന് ഡിം. അറിയോ? അറിയില്ല. വളരെ രസകരമായിട്ടുള്ള ഉത്തരങ്ങളാണ് നമുക്ക് പ്രേക്ഷകരിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. കുറേ പേർക്കൊക്കെ ഉത്തരം അറിയായിരുന്നു, പക്ഷെ കുറേ പേർക്കൊക്കെ കൺഫ്യൂഷനായി. എന്താണെങ്കിലും അടുത്ത ചോദ്യമായി വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. IFFK വേദിയിൽ നിന്നും ഹരിത ഹരിദാസ്, കൈരളി ന്യൂസ്.